നമസ്കാരം. ഇതുവരെയുള്ള എല്ലാ വാർത്തകളും സമഗ്രമായി നോക്കാം. ന്യൂസ് അറ്റ് 6 PM പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്തെന്നും പനിമരണം. മരിച്ചത് കോഴിക്കോട് പാറമ്മൽ സ്വദേശിനി സുനിത. എബോളയിൽ ആശ്വാസം. ചികിത്സയിലുള്ള യുവതിയുടെ ഫലം നെഗറ്റീവ്. 17 ഡെങ്കിപ്പനി മരണവും 23 എലിപ്പനി മരണവും സ്ഥിരീകരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി. DHSൽ ഇന്നും ഡയറക്ടർമാരുടെ കസേരകളി. സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയെന്നും നിലവിൽ ഭരണസ്തംഭനമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ. മുഖ്യമന്ത്രി വി ഡി സതീശനെ വിമർശിച്ച് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ. പുതിയ മുഖ്യമന്ത്രി അഹങ്കാരിയാണെന്നും വിമർശനം. ഗണേഷ് കുമാറിനെ ഡയറക്ടർ ബോർഡിൽ നിന്നും പുറത്താക്കിയതല്ലെന്നും അംഗത്വം പുതുക്കി നൽകാത്തതാണെന്നും സുകുമാരൻ നായർ. ഗണേഷ് കുമാറിന് പരാതിയുണ്ടെങ്കിൽ കേസിന് പോകാമെന്നും മറുപടി. സ്ഥാനമാനങ്ങളിൽ താൽപ്പര്യമില്ലെന്ന് ഗണേഷ് കുമാർ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെ 9 പേർ പ്രതികളാകും. സ്വർണ്ണപ്പാളി കൈമാറ്റത്തിലും ഗൂഢാലോചനയെന്ന് അന്വേഷണ സംഘം. ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയ SIT അന്വേഷണത്തിൽ സഹകരിക്കുമെന്ന് ദേവസ്വം പ്രസിഡന്റ് K ജയകുമാർ. ശബരിമലയിൽ എല്ലാ ഇടപാടുകളിലും പൂർണ്ണ ഡിജിറ്റലൈസേഷനാക്കാൻ തീരുമാനം. കനത്ത സുരക്ഷയിൽ നാളെ നീറ്റ് UG പുനഃപരീക്ഷ. പരീക്ഷ എഴുതുന്നത് 23 ലക്ഷം വിദ്യാർത്ഥികൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ ഡൽഹി ജന്തർ മന്ദറിലെ രാപ്പകൽ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് CJP. രാത്രിയുള്ള സമരത്തിന് അനുമതി നിഷേധിച്ച് പോലീസ്. സ്ഥലത്ത് സംഘർഷാവസ്ഥ. കണ്ണൂർ വാണിയംപാറ ദേവാലയത്തിലെ വിവാദ കല്ലറ തുറക്കണമെന്ന ആവശ്യം. അസ്വാഭാവികതയില്ലെന്ന് പോലീസിന്റെ വാദം തള്ളി പള്ളി കമ്മിറ്റി. നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ വസ്തു എന്ത് എന്നതിൽ വ്യക്തത വരുത്തണമെന്ന് ഭാരവാഹികൾ. ലോകകപ്പിൽ ഹെയ്ത്തിയെ വീഴ്ത്തി ആദ്യ ജയം സ്വന്തമാക്കി ബ്രസീൽ. ഗ്രൂപ്പ് സിയിൽ പോയിന്റ് പട്ടികയിൽ മുന്നിൽ. തൊട്ടുപിന്നിൽ മൊറോക്കോ. ഗ്രൂപ്പ് ഡിയിൽ USAയും ഒന്നാം സ്ഥാനത്ത്. ടർക്കിക്കെതിരെ പരാഗ്വയ്ക്ക് ജയം. ജർമ്മനി ഐവറി കോസ്റ്റ് മത്സരം നാളെ പുലർച്ചെ 1:30. അഫ്ഗാനിസ്ഥാനെതിരായ 3-ാം ഏകദിനത്തിൽ ഇന്ത്യക്ക് 219 റൺസ് വിജയലക്ഷ്യം. പകർച്ചവ്യാധി നിയന്ത്രണത്തിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ ആദ്യ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. മാലിന്യ സംസ്കരണം ശക്തിപ്പെടുത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനം. ഡ്രൈ ഡേ ആചരണം ശക്തമാക്കാനും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും യോഗം നിർദ്ദേശം നൽകി. രോഗികളെ സുഖപ്പെടുത്തി എന്ന ക്രെഡിറ്റാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടതെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി ഭീഷണി രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് സർക്കാർ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചത്. സമിതിയുടെ ആദ്യ യോഗം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധത്തിന് ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണം വേണം. അതിനായി മാലിന്യ സംസ്കരണ യൂണിറ്റുകൾ അനിവാര്യമാണ്. സംസ്ഥാനത്ത് വിവിധയിനം പനികളും മറ്റ് പകർച്ചവ്യാധികളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് മാത്രമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ജലവിഭവ വകുപ്പ് എന്നിവയുടെ ഏകോപിത പ്രവർത്തനവും ജനങ്ങളുടെ സഹകരണവും അത്യന്താപേക്ഷിതമാണെന്ന് മന്ത്രി പറഞ്ഞു. ഈ പകർച്ചവ്യാധികൾ തടയുമ്പോൾ ആരോഗ്യവകുപ്പ് മാത്രമല്ല മറ്റ് അനുബന്ധ വകുപ്പുകളും കൂടെ സഹകരിച്ചുകൊണ്ട് വേണം ഇതിനെ നമ്മൾ പ്രതിരോധിക്കും. എപ്പോഴും പകർച്ചവ്യാധിയും മരണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരുന്ന ആരോഗ്യവകുപ്പാണ്. വൃത്തിഹീനമായ പരിസരം, മലിനമായ കുടിവെള്ളം, സുരക്ഷിതമല്ലാത്ത ഭക്ഷണം എന്നിവയാണ് പല രോഗങ്ങളുടെയും പ്രധാന കാരണങ്ങൾ. ഡെങ്കിപ്പനി, എലിപ്പനി, നിപ്പ തുടങ്ങിയ രോഗങ്ങളും സംസ്ഥാനത്ത് ആശങ്കയുയർത്തുന്ന സാഹചര്യത്തിലാണ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും മന്ത്രി പറഞ്ഞു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉദ്ദേശിച്ചപോലെ നടന്നില്ലാതെ യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു പറന്നു പിടിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഏതായാലും ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് ശേഷം എല്ലാവരും വളരെ വിജയത്തിലായിട്ടുണ്ട്. ഇതിന് പ്രധാനമായും വേണ്ടത് ശുചീകരണ പ്രവർത്തനം. അപ്പം അതിന് ലോക്കൽ ബോഡികളുടെ പൂർണ്ണമായിട്ടുള്ള സഹായ സഹകരണം ഉണ്ടാവണം. ഞാൻ അടിവരയിട്ട് പറയുന്നു, ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ ഇതിന് മാലിന്യ സംസ്കരണ യൂണിറ്റുകളാണ് ഈ പരിസരം വൃത്തിയാക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്.
ഡ്രൈ ഡേ ആചരണം ശക്തമാക്കാനും വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ വീടുകളിലും സ്ഥാപനങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗം വന്ന ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് പ്രധാനം. പകർച്ചവ്യാധി പ്രതിരോധത്തിന് മുൻകൂട്ടി നടപ്പിലാക്കാൻ കഴിയുന്ന നിർദ്ദേശങ്ങൾ, എന്തുകൊണ്ട് പ്രത്യേക പ്രദേശങ്ങളിൽ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉന്നതാധികാര സമിതിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് പനി ബാധിച്ചു 54-കാരി മരിച്ചു. മാവൂർ സ്വദേശി സുനിതയാണ് മരിച്ചത്. പനി കൂടിയതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെയായിരുന്നു മരണം. ഷിഗല്ല രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മേഖലയിൽ ആരോഗ്യ പ്രവർത്തകർ പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനിടെ ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ഇന്നും കസേരകളി തുടർന്നു. ട്രൈബ്യൂണൽ ഉത്തരവുമായി ഡോക്ടർ KJ റീന 2ാം ദിനവും ഓഫീസിലെത്തി. താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ V മീനാക്ഷിയും KJ റീനയും ഓഫീസിൽ തുടരുകയാണ്. അതേസമയം ഇക്കാര്യത്തിൽ വകുപ്പ് നിയമോപദേശം തേടിയതായി മന്ത്രി K മുരളീധരൻ വ്യക്തമാക്കി. പകർച്ചവ്യാധികൾ പടരുന്ന സാഹചര്യത്തിൽ ഉന്നതാധികാര സമിതി യോഗം ചേരുന്നതിനിടയിലാണ് ആരോഗ്യവകുപ്പ് ആസ്ഥാനത്ത് 2ാം ദിനവും അധികാര വടംവലി തുടരുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുമായി സ്ഥലം മാറ്റപ്പെട്ട മുൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ KJ റീന ഇന്നും ഓഫീസിലെത്തി. പ്രധാന കസേരയിൽ ഡയറക്ടറുടെ താൽക്കാലിക ചുമതലയുള്ള മീനാക്ഷി ദാസും സമീപത്തെ കസേരയിൽ KJ റീനയും തുടരുന്നു. ആരുമില്ലാത്തവർക്ക് നിയമവ്യവസ്ഥയാണ് ആശ്രയമെന്നും തള്ളിക്കയറാൻ ഉദ്ദേശമില്ലെന്നും രോഗങ്ങൾക്കെതിരെ അതീവ ജാഗ്രത വേണ്ട സമയമാണിതെന്നും ഡോക്ടർ KJ റീന പറഞ്ഞു. തീർച്ചയായും ഞാൻ തള്ളിക്കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇപ്പോൾ മറ്റൊരാളാണ് DHS എന്ന് ഗവൺമെന്റ് പറയുന്നു. ആ DHSനോട് നിർദ്ദേശങ്ങളുണ്ടാവും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും ഒരു അസന്നിഗ്ധ ഘട്ടമാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ആ സമയത്ത് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു കല്ലുകടിയായിട്ട് ഇടയിൽ കയറി കുത്തിത്തിരിയാൻ ഞാനില്ല. അതേസമയം DHS വിഷയത്തിൽ സർക്കാർ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയതായി മന്ത്രി K മുരളീധരൻ പറഞ്ഞു. നിലവിൽ ഭരണസ്തംഭനമില്ല. ഇപ്പോഴത്തെ DHS മീനാക്ഷി കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. DHSന്റെ ഇപ്പോൾ കസേരയിലിരിക്കുന്ന ഡോക്ടർ മീനാക്ഷി കാര്യങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. കോൺഫറൻസുകൾക്കൊന്നും യാതൊരു മുടക്കവുമില്ല. പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. മറ്റേ ഇതിൻ്റെ പേരിലൊരു നിയമവശം ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടിയിട്ടുണ്ട്. അല്ല, കുഴപ്പമില്ല. ഭരണസമ്പന്നമില്ല. കാര്യങ്ങൾ നോക്കാൻ മന്ത്രി മുതൽ താഴെ തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ വളരെ വിജിലന്റായി പ്രവർത്തിക്കുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സർക്കാരിനെതിരെ മുൻ മന്ത്രി MP രാജേഷ്. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നൽകി സംസ്ഥാനത്ത് മദ്യം സുലഭമാക്കാനാണ് സർക്കാരിന്റെ തീരുമാനം. സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യമില്ല. അപ്പോഴാണ് മദ്യം ഒഴുക്കുന്ന വിസ്മയം. ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട്. കർണാടക മദ്യലോബിക്ക് ഇതിൽ പങ്കുണ്ടെന്നും മുഖ്യമന്ത്രിക്ക് എത്ര കിട്ടി എന്നുള്ളത് മാത്രം വ്യക്തമാക്കിയാൽ മതിയെന്നും MP രാജേഷ് പറഞ്ഞു. ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കേരളത്തിലെ സമൂഹത്തോടുള്ള ഒരു കൊടിയ അന്യായത്തിനും വലിയ അഴിമതിക്കുമുള്ള കളമൊരുക്കിയിരിക്കുകയാണ്. വീര്യം കുറഞ്ഞ മദ്യം എന്ന പേരിൽ ലഭ്യമാക്കുന്നത് സ്പിരിറ്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന മദ്യമാണ്. LDF സർക്കാരിന്റെ കാലത്ത് പച്ചക്കറികളും പഴങ്ങളും ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുമതി കൊടുത്തിരുന്നു. അത് കൃഷിക്കാരെ സഹായിക്കാനാണ്. കേരളത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് വീര്യം കുറഞ്ഞ മദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് നിശ്ചയിച്ച നികുതി വൈനിന്റെ അതേ നികുതിയാണ്. 40 വൈൻ എന്ന ഒരു കാറ്റഗറി ചട്ടഭേദഗതിയിലൂടെ കൊണ്ടുവന്ന് വൈനിന് എന്താണോ നിലവിലുള്ള നികുതി അതിൽ കുറയ്ക്കാൻ തയ്യാറായില്ല. സമ്പൂർണ്ണ സ്വകാര്യവൽക്കരണത്തിനുള്ള ആമുഖ പ്രഭാഷണമാണ് മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രസംഗമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ സതീശൻ എന്തിനാണ് മംഗലാപുരത്തേക്ക് പോയതെന്ന് ഇപ്പോൾ വ്യക്തമായി. ഈ യാത്രകളെല്ലാം അദാനിക്ക് വേണ്ടിയാണ്. അദാനിയാണ് ഇവരുടെ പ്രധാന സ്രോതസ്സെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനും അവയുടെ സ്വത്തുക്കൾ സ്വകാര്യ കമ്പനികൾക്ക് വിൽക്കാനുമാണ് ബജറ്റിലൂടെ ശ്രമിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. ഇത് നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് തികച്ചും വിരുദ്ധമാണ്. പദ്ധതിയൊക്കെയുണ്ട്, പണം എവിടെയെന്ന ചോദ്യത്തിന് സ്വകാര്യവൽക്കരണത്തിലൂടെ പണം കണ്ടെത്തുമെന്നാണ് സതീശൻ പറയുന്നതെന്നും MV ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്വകാര്യവൽക്കരണത്തിനും സതീശന്റെ ചാർട്ടേഡ് വിമാനത്തിലെ യാത്രയ്ക്കും വിമർശനമുണ്ട്. നമ്മുടെ കേരളത്തിന്റെ, നമ്മുടെ ഭൂമിയും
നമ്മുടെ ആകാശവും നമ്മുടെ ജലാശയങ്ങളും പ്രത്യേകിച്ച് കടൽ ഉൾപ്പെടെ സീപോർട്ടും എയർപോർട്ടും ഉൾപ്പെടെ എല്ലാം വിൽപ്പനക്ക് വെച്ച് പണം അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കും എന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചാർട്ടേഡ് വിമാനത്തിൽ മംഗലാപുരം പോയതുമായി ബന്ധപ്പെട്ട് ചർച്ച ഉയർന്നു വന്നപ്പോൾ എന്തായിരുന്നു എന്ന ചോദ്യം പ്രധാനമായിരുന്നു. അപ്പോൾ ഇപ്പോൾ വളരെ വ്യക്തമായി, ധവളപത്രത്തോടുകൂടി കുറേയും കൂടി വ്യക്തമായി, ഇപ്പോൾ കൃത്യതയോടുകൂടി മനസ്സിലായി അത് ഇതെല്ലാം വിൽക്കാനാണ്. തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPM ജനറൽ സെക്രട്ടറി MA ബേബി നടത്തിയ ഔചിത്യ പരാമർശവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി തള്ളി. ഞങ്ങൾ റിവ്യൂ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാം കയ്യിലുണ്ട്. ഇപ്പോൾ മനോരമേൻ്റെയും മാതൃക അത് പ്രസിദ്ധീകരിച്ചില്ല അവർ. അപ്പോൾ അതെല്ലാം അതൊക്കെ പകൽ വെളിച്ചം പോലെ ജനങ്ങളുടെ കയ്യിലുള്ള രേഖ തന്നെയാണ്. അതാണ് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ഏകകണ്ഠമായി അംഗീകരിച്ച രേഖ. ആ രേഖയിൽ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. പാർട്ടി സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പാർട്ടി സാധാരണ എല്ലാ സന്ദർഭങ്ങളിലും കാര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. ആ രീതിയാണ് പാർട്ടി കൈകാര്യം ചെയ്യാമെന്ന് മാത്രമേ അത് സംബന്ധിച്ച് പറയാനുള്ളൂ. പ്രതിപക്ഷ ഉപനേതാവ് തർക്കത്തിൽ നിലപാട് ആവർത്തിച്ചു MV ഗോവിന്ദൻ. അല്ല, അത് സംബന്ധിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾ മുൻ കീഴ്വഴക്കനുസരിച്ച് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ഉപനേതാവും കേരള അസംബ്ലിയുടെ ചരിത്രത്തിൽ ഞങ്ങൾ പ്രതിപക്ഷത്താവുമ്പോൾ CPIM തന്നെയാണ് രണ്ടും കൈകാര്യം ചെയ്യുന്നത്. അത് മുമ്പ് VS അച്യുതാനന്ദനും കോടിയേരി ബാലകൃഷ്ണനുമായിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ഞങ്ങൾക്ക് ഈ രീതി തന്നെയാണ് ഉള്ളത്. ED ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടായ അക്രമം സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. UDF അധികാരത്തിൽ വന്ന ശേഷം ആരോഗ്യമേഖല ഗുരുതര പ്രതിസന്ധിയിലായെന്നും കുറ്റപ്പെടുത്തലുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. NSSുമായി കൂടിക്കാഴ്ചയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം അനുവദിക്കാത്തതിൽ വിമർശനവുമായി NSS. 2 തവണ NSS സമയം തേടിയെങ്കിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമയം അനുവദിച്ചില്ല. ഇൻകം ടാക്സ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട നിവേദനം നൽകാനാണ് സമയം ചോദിച്ചത്. സതീശൻ അഹങ്കാരിയെന്ന് NSS ബജറ്റ് യോഗത്തിൽ സുകുമാരൻ നായർ വിമർശിച്ചു. കാല് പിടിക്കാനില്ലെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. NSS ഡയറക്ടർ ബോർഡിൽ നിന്നും KB ഗണേഷ് കുമാർ പുറത്തായി. കാലാവധി കഴിഞ്ഞ 9 പേരിൽ ഗണേഷ് കുമാറിന്റെ മാത്രം അംഗത്വമാണ് പുതുക്കി നൽകാത്തത്. നടപടി ജനാധിപത്യപരമല്ലെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം ജനാധിപത്യപരമല്ലാത്ത നടപടിയെങ്കിൽ കേസ് കൊടുക്കട്ടെ എന്ന് സുകുമാരൻ നായർ പ്രതികരിച്ചു. NSS പത്തനാപുരം താലൂക്ക് യൂണിയൻ കമ്മിറ്റിയിലെ അഴിമതി ആരോപണങ്ങളുടെ തുടർച്ചയായാണ് NSS ഡയറക്ടർ ബോർഡിൽ നിന്നും ഗണേഷ് കുമാർ പുറത്തായത്. ഭരണസമിതി അംഗങ്ങളുടെ പിന്തുണ ഇല്ലാത്തതുകൊണ്ടാണ് ഗണേഷ് കുമാറിനെ പുറത്താക്കിയതെന്നാണ് NSSന്റെ വിശദീകരണം. എന്നാൽ 18 അംഗ ഭരണസമിതിയിൽ 12 പേരുടെ പിന്തുണ തനിക്കുണ്ടെന്ന് ഗണേഷ് കുമാർ അവകാശപ്പെട്ടു. തനിക്കെതിരെ ഉണ്ടായ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്നും ഗണേഷ് കുമാർ ആരോപിച്ചു. സെക്രട്ടറിക്കൊന്നും കുഴപ്പമില്ല. അവിടെ ജനറൽ സെക്രട്ടറിയുടെ കൂടെ തന്നെയാണ്, ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ അവിടെ ജനാധിപത്യം ഉണ്ടായില്ല. ഈ 11 പേര് 12 പേര് എൻ്റെ പിന്തുണയുള്ള പേപ്പറിൽ ഇരിക്കൊണ്ട് അവർ വേണമെങ്കിൽ അവർ ആധാർ കോപ്പിയും തരാം, വേണമെങ്കിൽ അവരെ ഹാജരാക്കി. 11 പേര് രാജിവെച്ചില്ലായിരുന്നു. അവർ രാജി പിൻവലിച്ചല്ലോ 2 പേര്. അതെന്താ ശരിക്കത്ത്? അതേസമയം ജനാധിപത്യപരമല്ലാത്ത നടപടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗണേഷ് കുമാർ കേസ് കൊടുക്കട്ടെ എന്നായിരുന്നു സെക്രട്ടറി G സുകുമാരൻ നായരുടെ പ്രതികരണം. വീണ്ടും എടുത്തില്ല എന്നുള്ളൂ, അല്ലാതെ പുറത്താക്കുന്നു. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. തനിക്കെതിരെ പിന്നിൽ NSS ജനറൽ സെക്രട്ടറി അല്ലെന്നായിരുന്നു ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ ജനറൽ സെക്രട്ടറിയെ തള്ളിപ്പറയാത്തത് ഒരു വേലയാണെന്നും ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ പിന്നെ അയാൾക്ക് അഡ്രസ് ഉണ്ടാവില്ലെന്നും സുകുമാരൻ നായർ തുറന്നടിച്ചു. NSS ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുമെന്ന് കരുതിയിരുന്ന പേരായിരുന്നു ഗണേഷ് കുമാറിൻ്റേത്. എന്നാൽ ഡയറക്ടർ ബോർഡിൽ നിന്ന് തന്നെ പുറത്തായത് ഗണേഷ് കുമാറിന് വലിയ തിരിച്ചടിയായി മാറി. അതേസമയം G സുകുമാരൻ നായരെ വീണ്ടും NSS ജനറൽ സെക്രട്ടറിയായി ഇന്ന് ചേർന്ന ബജറ്റ് സമ്മേളനം തിരഞ്ഞെടുത്തു. അമൃത ന്യൂസ്, കോട്ടയം. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം. വിജിലൻസ് ഡയറക്ടറാണ് അംഗീകാരം നൽകിയത്. 2014 വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം. വെള്ളാപ്പള്ളി നടേശൻ, MN സോമൻ, വയനാട് SNDP യോഗം അംഗങ്ങൾ എന്നിവരാണ് പ്രതികൾ. 2016 ആരംഭിച്ച കേസിൽ 10 വർഷത്തിന് ശേഷമാണ് ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് പരിഗണിച്ച ഹൈക്കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു.
കേസിൽ പുരോഗതിയില്ലെന്ന് നിരീക്ഷിച്ച കോടതി അന്വേഷണം വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നടപടികൾ വേഗത്തിലാക്കിയത്. 2024 അന്വേഷണ ചുമതല ഏറ്റെടുത്ത SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആദ്യ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി വിജിലൻസ് ഡയറക്ടർക്ക് കുറ്റപത്രം കൈമാറിയത്. വെള്ളാപ്പള്ളി നടേശന് പുറമെ വയനാട് SNDP യൂണിയൻ ഭാരവാഹികളും കേസിൽ പ്രതികളാണ്. അഴിമതി നിരോധന നിയമം ചുമത്തിയിട്ടുള്ളതിനാൽ വിചാരണ നടപടികളിലേക്ക് കടക്കാൻ ഇനി സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി കൂടി ലഭിക്കേണ്ടതുണ്ട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആകെ 70 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിൽ മറ്റ് 2 കേസുകളുടെ കൂടി അന്വേഷണം പൂർത്തിയാക്കി അംഗീകാരത്തിനായി വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുമതി ലഭിച്ചിട്ടില്ല. ഉടൻ തന്നെ ഈ കേസുകളിലും തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുഴുവൻ കേസുകളുടെയും അന്വേഷണ റിപ്പോർട്ട് 3 ആഴ്ചക്കകം സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂലൈ 9 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ മറ്റ് 2 കേസുകളിലെ കുറ്റപത്രം സംബന്ധിച്ച വിവരങ്ങളും കോടതിയെ അറിയിക്കും. അന്ന് തന്നെ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താൻ SIT തീരുമാനം. 2025 ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാനായി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതി വാങ്ങാതെയാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളിയിലെയും സ്വർണം അപഹരിച്ച സ്വർണ്ണക്കൊള്ള കേസിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെയും പ്രതി ചേർക്കുന്നത്. 2025 ദ്വാരപാലക ശില്പങ്ങളും കട്ടിളപ്പാളികളും സ്വർണം പൂശാനായി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയോടെ അല്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇവ കൈമാറിയതിൽ വലിയ ദുരൂഹതയുണ്ടെന്നും മുൻ ഭരണസമിതിക്ക് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചുവെന്നും അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഈ ഇടപാടിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. കൂടാതെ 2019 നടന്ന സമാനമായ ഇടപാട് മറച്ചുവെക്കാനും മുൻ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായതായി റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. പ്രസിഡന്റിന്റെയും അംഗങ്ങളുടെയും പൂർണ്ണമായ അറിവും ബോധ്യത്തോടും കൂടിയാണ് ഭരണസമിതി അംഗങ്ങൾ പാളികൾ കൊടുത്തുവിട്ടതെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരെ പ്രതി ചേർക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. 2025 ശബരിമലയിൽ സ്വർണം പൂശിയതിലെ ക്രമക്കേടിൽ SIT ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടില്ലെന്ന് മന്ത്രി K മുരളീധരൻ. ചാർജ് ഷീറ്റ് സമർപ്പിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ന് ചില ചാനലിൽ വാർത്ത ഉണ്ട്, പക്ഷെ അത് ചാർജ് ഷീറ്റ് കൊടുക്കുന്നവരെ ഒന്നും ചെയ്യാനില്ല. ചാർജ് ഷീറ്റ് കൊടുക്കട്ടെ, അത് നോക്കിയിട്ട് ചെയ്യാം. AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശബരിമലയിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പദ്ധതി ആരംഭിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. പദ്ധതിക്കായി പോലീസും സാങ്കേതിക വിദഗ്ധരുമായി ദേവസ്വം ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ ചർച്ച നടത്തി. AI ഉപയോഗിച്ച് ശബരിമലയിലെ ഭക്തജന തിരക്ക് എങ്ങനെ ക്രമീകരിക്കാമെന്ന് യോഗം ചർച്ച ചെയ്തു. ഓഗസ്റ്റ് ആദ്യവാരം തന്നെ പദ്ധതിക്ക് തുടക്കം കുറിക്കാനാണ് ശ്രമം. ശബരിമലയിലെ അടിസ്ഥാന സൗകര്യ വികസനം AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടപ്പിലാക്കാനാണ് ശ്രമം. ഭക്തജനത്തിരക്ക് AIയുടെ സഹായത്തോടെ ക്രമീകരിക്കും. തിരക്ക് വർദ്ധിക്കുന്ന സമയങ്ങളിൽ തീർത്ഥാടകരും ശബരിമലയിൽ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എന്ത് ചെയ്യണമെന്നതടക്കം AI നിർദ്ദേശിക്കും. ഭക്തർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ മൊബൈൽ ഫോണുകളിലേക്ക് സന്ദേശം ലഭിക്കുന്ന തരത്തിലാകും സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുക. പദ്ധതിയുടെ രൂപരേഖ സംബന്ധിച്ച് AI വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ അറിയിച്ചു. ഓരോ സ്ഥലത്തുമുള്ള ക്രൗഡ് എത്രയാണെന്ന് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടൊരു പ്രഡിക്റ്റീവായിട്ട് AI നമ്മളെ എങ്ങനെ സഹായിക്കും, ഓരോ സോൺ കപ്പാസിറ്റി, ഓരോ സോണിൻ്റെ കപ്പാസിറ്റി വെച്ചിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സെൻട്രൽ കൺട്രോൾ റൂം നമുക്ക് സ്ഥാപിച്ചുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ പിൽഗ്രിംസിൻ്റെയും വാഹനങ്ങളുടെയും മൂവ്മെൻറ്റ് എങ്ങനെ ക്രമീകരിക്കാം, അതുപോലെ തന്നെ ക്രൗഡ് പ്രഷർ ബിൽഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ ഈ ടെക്നോളജി എങ്ങനെ സഹായിക്കും തുടങ്ങി ഇതൊക്കെ ഇപ്പോൾ വളരെ മണിക്കൂറുകളെടുത്ത് മാത്രം നമ്മൾ റെക്ടിഫൈ ചെയ്യുകയും റിയാക്ട് ചെയ്യുകയും ചെയ്യുന്നതൊക്കെ സമയാസമയം തന്നെ അറിയിക്കാനും ഒക്കെ തന്നെ ഈ ടെക്നോളജി കൊണ്ട് സാധിക്കും. AI എനേബിൾഡ് ആയിട്ടുള്ള ക്യാമറകളും അതിൻ്റെ നെറ്റ്വർക്കും ഡ്രോൺസും ഒക്കെ കൂടെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ സാധ്യതകളെ പറ്റിയാണ് ഇന്ന് ചർച്ച നടത്തിയത്. ഈ വർഷത്തെ തീർത്ഥാടന കാലത്ത് തന്നെ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനാണ് ശ്രമം. പദ്ധതിയെക്കുറിച്ച് ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും കോടതി ഇത് അംഗീകരിച്ചുവെന്നും K ജയകുമാർ പറഞ്ഞു. ഓഗസ്റ്റ് ആദ്യവാരം തന്നെ പദ്ധതിക്ക് തുടക്കം കുറിക്കാനാണ് നീക്കം. മാലിന്യമുക്ത ശബരിമല എന്ന ലക്ഷ്യവും പദ്ധതിയുടെ ഭാഗമാണ്. മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനായി നടപടികൾ ആരംഭിക്കും. ശബരിമലയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളുമായി കരാറിലേർപ്പെടുമ്പോൾ തന്നെ മാലിന്യ സംസ്കരണവും ഉറപ്പുവരുത്തുമെന്നും K ജയകുമാർ വ്യക്തമാക്കി. ഹോട്ടലുകളാണ് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രധാന ജനറേറ്റ് ചെയ്യുന്ന ഒരു കേന്ദ്രങ്ങൾ.
അവരുമായിട്ട് ഉള്ള ടെൻഡറിലും അവരുടെ കരാറിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ എഴുതി ചേർത്തുകൊണ്ട് ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രക്രിയയിൽ അവിടെ കട ടെൻഡർ ചെയ്തെടുക്കുന്ന ഓരോരുത്തർക്കും അതിനകത്തുള്ള റോള് പങ്കാളിത്തം കരാർ വഴി ഉറപ്പാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമലയിലെത്തുന്ന അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർക്കിടയിലും മാലിന്യമുക്ത ശബരിമലയുടെ പ്രചാരണം നടത്തും. ഇതിനായി വിവിധ ഭാഷകളിലുള്ള മാധ്യമങ്ങളിലൂടെ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തർക്കിടയിൽ ബോധവൽക്കരണം നടത്തും. അമൃത ന്യൂസ്, കൊച്ചി. കണ്ണൂർ വാണിയംപാറ ദേവാലയത്തിലെ വിവാദ കല്ലറ തുറക്കണമെന്ന ആവശ്യം നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ പള്ളി കമ്മിറ്റിയുടെ തീരുമാനം. ദുരൂഹ സാഹചര്യത്തിൽ കണ്ടെത്തിയ വസ്തു എന്ത് എന്നതിൽ വ്യക്തത വരുത്തണമെന്ന് വികാരി ജിൽബർട്ട് കൊന്നയിൽ ആവശ്യപ്പെട്ടു. അതേസമയം അസ്വാഭാവികതയില്ലെന്ന് പോലീസിന്റെ വാദം തള്ളിയ പള്ളി അധികാരികൾ നിയമ നടപടി ആരംഭിച്ചു. അതിനകത്തിപ്പോൾ യാതൊരു സംശയമില്ല. 2 ആൾക്കാരും ആ കല്ലറ തിരിച്ചറിഞ്ഞതും അവരുടെ ബന്ധുക്കളെ അടക്കിയ കല്ലറകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ട്, പള്ളിയിൽ നിന്ന് ഇനി പരാതി വരികയാണെങ്കിൽ അത് എക്സ്റ്റൻഷൻ നടത്തിയിട്ട് വീണ്ടും അടിയനെ പരിശോധന നടത്തി സംശയ നിവാരണം നടത്തുന്നതാണ്. അതിനുള്ള നടപടി പോലീസ്, പള്ളി അധികാരികൾ പരാതി തരികയാണെങ്കിൽ അത് ഒരു FIR ഇടണം. അതിന് പരാതി FIR ഇടുന്നതിനനുസരിച്ചുള്ള പരാതി വാങ്ങിച്ച് FIR ഇട്ടതിന് ശേഷം എക്സ്റ്റൻഷൻ നടത്തി അതിന്റെ സംശയ നിവാരണം നടത്തുന്നതാണ്. ആ 2 ബോഡിയും വെച്ച ആൾക്കാരെ കണ്ടെത്തി. ആ കല്ലറയുടെ നമ്പർ മാറിപ്പോയതാണ് ഈ ഇങ്ങനൊരു നടപടിക്ക് ആധാരം വന്നത്. അപ്പോൾ ആ 2 കല്ലറയിലും ആ കല്ലറയിൽ വെച്ച 2 ആൾക്കാരുടെ ബന്ധുക്കളെയും കണ്ടെത്തി പോലീസ്. ഇപ്പൊ നമ്മളിവിടെയുള്ള കല്ലറകളുടെ കണക്കെടുത്തതിൽ ഒരു കല്ലറയിൽ തന്നെ 3 ബോഡി വെച്ച കല്ലറകളുണ്ട്. സംശയം ഉണ്ടെങ്കിൽ എക്സ്റ്റൻഷൻ നടത്തിയിട്ട് നടപടി സ്വീകരിക്കുന്നതാണ്. പള്ളി കൺവിൻസ്ഡ് ആയിട്ടില്ല, ദുരൂഹത നീങ്ങുന്ന സാഹചര്യത്തോട്ട് എത്തിയിട്ടുമില്ല. നമ്മുടെ ആദ്യത്തെ സംശയം തന്നെ അതാണ്. ഒരു കല്ലറയ്ക്കകത്ത് എങ്ങനെ 2 ബോഡി വന്നു എന്നുള്ളത് നമ്മുടെ സംശയം, അത് ഞങ്ങളുടെ സംശയമാണ്. അതാണ് പോയത്. അപ്പോൾ ആ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല. ആ ദുരൂഹത നീങ്ങണമെങ്കിൽ ഈ ഇടവകയ്ക്കും എനിക്കും പള്ളി അധികാരികൾക്കും ഈ നാട്ടുകാർക്കും ആ ദുരൂഹത നീങ്ങണമെങ്കിൽ ഇനി ആ കല്ലറ പൊളിച്ചു നോക്കുക തന്നെ വേണം. സഭയുടെ നിലപാട് ആദ്യമേ അതിന്റെ വഴിക്ക് നീങ്ങണം, നിയമപരമായിട്ട് നീങ്ങണമെന്ന് മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ട് എന്താണോ അത് ചെയ്യേണ്ടത് ചെയ്യുക. ഇനിയിപ്പം നമുക്ക് തുറന്നു നോക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട്. പോലീസ് ദുരൂഹതയില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ അറിഞ്ഞത്. അങ്ങനെ അവർ പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ സാറിനെ SI സാറിനെ തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും അതിന്റെ ബാക്കി പ്രൊസീജിയർ നീങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് സാറിനോട് സംസാരിച്ചത്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. കണ്ണൂർ പയ്യാമ്പലത്ത് കടലിൽ തിരയിൽപ്പെട്ട് ഒരാളെ കാണാതായി. കൊട്ടിയൂർ തീർത്ഥാടനത്തിനെത്തിയ കർണാടകയിൽ നിന്നുള്ള സംഘത്തിൽപ്പെട്ട ആളെയാണ് കാണാതായത്. ബാംഗ്ലൂർ സ്വദേശി സന്തോഷ് കുമാറിനായി തെരച്ചിൽ ഊർജിതമാക്കി. നീറ്റ് UG പുനഃപരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താനായി പരീക്ഷാ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയെന്നും വിദ്യാർത്ഥികൾക്ക് പുതിയ അഡ്മിറ്റ് കാർഡ് തന്നെ ഡൗൺലോഡ് ചെയ്ത് ഉറപ്പാക്കണമെന്നും NTA വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിൽ പ്രതിഷേധിക്കുകയാണ്. ചോദ്യപേപ്പർ ചോർച്ച ആരോപണത്തെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG പരീക്ഷ നാളെ ഉച്ചയ്ക്ക് 2 മുതൽ 5:15 വരെയുള്ള സമയത്തിനുള്ളിൽ നടക്കും. വിദ്യാർത്ഥികളോട് 12:30 മുൻപ് റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബയോമെട്രിക് പരിശോധനയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളും ഉണ്ടാകും. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിലും സൂക്ഷിക്കുന്നതിലും ഇത്തവണ സമഗ്രമായ മാറ്റം വരുത്തിയിരുന്നു. പരീക്ഷയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്താനായി ഇന്ന് രാജ്യത്തെ 5000-ലധികം പരീക്ഷാ കേന്ദ്രങ്ങളിൽ മോക്ക് ഡ്രിൽ നടത്തി. മെയ് 3 പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റ് അസാധുവായെന്നും പുതിയ അഡ്മിഷൻ കാർഡ് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ കരുതണമെന്നും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ഔദ്യോഗിക സന്ദേശങ്ങൾ 287 അവസാനിക്കുന്ന വാട്സാപ്പ് നമ്പറിലൂടെ മാത്രമായിരിക്കും നൽകുക. ഇത് ബ്ലൂടിക്ക് വെരിഫൈഡ് നമ്പറാണെന്നും NTA അറിയിച്ചു. മറ്റു വ്യാജ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും പരീക്ഷാ സെന്ററുകൾ മാറിയതുൾപ്പെടെയുള്ള സാങ്കേതിക പിഴവുകൾ പരിഹരിച്ചിട്ടുണ്ടെന്നും NTA വ്യക്തമാക്കി. അതിനിടെ പരീക്ഷാ വീഴ്ചകളിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി 2ാം ഘട്ട സമരം സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ വിവിധ നഗരങ്ങളിൽ സമരം തുടരുമെന്നാണ് പാർട്ടികളുടെ പ്രഖ്യാപനം. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് നീറ്റ് UG പുനഃപരീക്ഷയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. അതോടൊപ്പം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും ശക്തമാണ്. വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്, ന്യൂഡൽഹി. തെന്മലയിലെ പുനർജനി അഭയകേന്ദ്രത്തിൽ വൃദ്ധരായ അന്തേവാസികൾ ക്രൂരപീഡനത്തിനിടയായ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ഹൈക്കോടതി. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിലും സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലിലും ഗുരുതര വീഴ്ചയുണ്ടായെന്ന് വിമർശിച്ച കോടതി അനധികൃത സ്ഥാപനം പ്രവർത്തിച്ചിട്ടും പോലീസ് അറിഞ്ഞില്ലെന്നത് ഖേദകരമാണെന്നും വ്യക്തമാക്കി. സംഭവത്തിൽ സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി.
തെന്മല പുനർജനി അഭയകേന്ദ്രത്തിൽ വയോജനങ്ങൾ അനുഭവിച്ച ക്രൂര പീഡനങ്ങളുടെ വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഹൈക്കോടതി സ്വമേധയാ വിഷയത്തിൽ ഇടപെട്ടത്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനും ജസ്റ്റിസ് ബസന്ത് ബാലാജിയും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. 2 ആഴ്ച മുൻപാണ് കേന്ദ്രത്തിനുള്ളിലെ ദുരിത ജീവിതത്തിന്റെ വിവരങ്ങൾ പുറംലോകം അറിയുന്നത്. അഭയകേന്ദ്രത്തിൽ നിന്നും പുറത്തുവന്ന 70 വയസ്സ് പിന്നിട്ട 2 അന്തേവാസികളുടെ വെളിപ്പെടുത്തലുകളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നത്. സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ച ഹൈക്കോടതി വിശദീകരണവും തേടിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളും പോലീസ് ഉൾപ്പെടെയുള്ള ഏജൻസികളും നിസ്സംഗത പുലർത്തിയെന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. പീഡന വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന ശേഷമാണ് അധികൃതർ നടപടിക്ക് തയ്യാറായതെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അന്തേവാസികളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപയും സ്വർണ്ണാഭരണങ്ങളും ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയിരുന്നുവെന്നാണ് ആരോപണം. എന്നാൽ ഇവർക്കാവശ്യമായ ഭക്ഷണമോ ചികിത്സയോ നൽകിയിരുന്നില്ല. സ്ഥാപനത്തിന്റെ പേരിൽ വിവിധയിടങ്ങളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പ്രയാസപ്പെടുന്ന വയോജനങ്ങൾ വൃത്തിഹീനവും ദുർഗന്ധം വമിക്കുന്നതുമായ സാഹചര്യങ്ങളിലായിരുന്നു കഴിഞ്ഞിരുന്നത്. സംഭവത്തിൽ കേന്ദ്രത്തിന്റെ ഉടമയായ അഞ്ചൽ അഗസ്ത്യക്കോട് സ്വദേശി ബ്രഹ്മദാസിനെ തെന്മല പോലീസ് നേരത്തെ കസ്റ്റഡിയിലെടുത്തിരുന്നു. 2018 മുതൽ പ്രവർത്തിച്ചുവരുന്ന സ്ഥാപനത്തിലെ പീഡന വിവരങ്ങൾ പുറത്തായതോടെ അവിടെയുണ്ടായിരുന്ന വയോജനങ്ങളെ സുരക്ഷിതമായ ഗാന്ധിഭവനിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം തുടരുകയാണ്. അമൃത ന്യൂസ്, കൊല്ലം. ഓപ്പറേഷൻ തൂഫാന് പൂർണ്ണ പിന്തുണയുമായി പ്രമുഖ സാമുദായിക നേതാക്കളും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ എന്നിവരാണ് തൂഫാൻ വാരിയറായി മാറിയിരിക്കുന്നത്. സാമൂഹ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പുഴുക്കുത്തായ ലഹരി മരുന്നിനെ ഒറ്റക്കെട്ടായി നേരിടണമെന്ന് സാമുദായിക നേതാക്കളെ സന്ദർശിച്ച ശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ തൃപ്രയാറിൽ കാറിൽ സഞ്ചരിച്ചിരുന്ന സംഘത്തെ ആക്രമിച്ച് പണം തട്ടിയ സംഭവത്തിൽ പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ കണ്ടെത്തി. വലപ്പാട് നിന്ന് കണ്ടെത്തിയ കാർ ഫോറൻസിക് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. രഞ്ജിത്ത് എന്ന ഗുണ്ടാ നേതാവ് അടങ്ങുന്ന 8 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. തൃപ്രയാർ പൈനൂർ ആമലത്തുകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. 16 ലക്ഷത്തിലധികം തുക ഇന്നോവയിലെത്തിയ സംഘം തട്ടിയെടുത്തെന്നാണ് പരാതി. കാറിന്റെ ചില്ല് തകർത്ത മുളകുപൊടി സ്പ്രേ ചെയ്താണ് പണം തട്ടിയതെന്നാണ് മൊഴി. പാലക്കാട് വെളിയൂരിലെ കോൺഗ്രസ് പഞ്ചായത്ത് അംഗം മുഹമ്മദ് റാഫി ഉൾപ്പെടെയുള്ളവരാണ് ആക്രമണത്തിനിരയായത്. രൂപ ഡോളറാക്കി മാറ്റി നൽകാമെന്ന് പറഞ്ഞാണ് രഞ്ജിത്ത് എന്നയാളുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ തൃപ്രയാറിലേക്ക് വിളിച്ചു വരുത്തിയത്. രഞ്ജിത്തിന്റെ വീട്ടിൽ വെച്ച പണം ഡോളറാക്കാമെന്ന ഉറപ്പിൽ കോൺഗ്രസ് നേതാവ് അടക്കമുള്ളവരെ പ്രധാന പാതയിൽ നിന്നും ഇടറോഡിലെത്തിക്കുകയായിരുന്നു. വഴിയിൽ കാത്തു നിൽക്കുകയായിരുന്ന രഞ്ജിത്ത് ഇവരുടെ വാഹനത്തിൽ കയറി. പിന്നീട് വീടെത്താറ എന്ന് പറഞ്ഞ CCTV ക്യാമറകളില്ലാത്ത സ്ഥലത്ത് വാഹനം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന ആക്രമണത്തിനിരയായിരുന്നവർ മൊഴി നൽകി. ഇതിനിടെ പിന്നിൽ നിന്നെത്തിയ ഇന്നോവ കാറിലെ സംഘം ആക്രമണം നടത്തുകയായിരുന്നു. രഞ്ജിത്ത് എന്നയാൾ സമാന രീതിയിലുള്ള തട്ടിപ്പുകൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. പ്രതികൾ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ വലപ്പാട് നിന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഫോറൻസിക് അധികൃതർ കാറ് പരിശോധിച്ചു. വാഹനം വാടകയ്ക്കെടുത്തതാണെന്നാണ് പോലീസ് നിഗമനം. അതേസമയം കോൺഗ്രസ് പഞ്ചായത്ത് അംഗം റാഫി എന്ന ആളുടെ കയ്യിൽ ഇത്രയധികം ഡോളർ എവിടെ നിന്ന് വരുന്നുവെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തൃശൂർ. കൊല്ലത്ത് വൈദ്യുതി കണക്ഷൻ നൽകുന്നതിനായി കൈക്കൂലി വാങ്ങി KSEB ഉദ്യോഗസ്ഥനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു. KSEB ചാത്തന്നൂർ സബ് ഡിവിഷനിലെ സബ് എഞ്ചിനീയറായ തഴുത്തല സ്വദേശി നസീറിനെയാണ് വിജിലൻസ് സംഘം പിടികൂടിയത്. വൈദ്യുതി കണക്ഷനായി അപേക്ഷ നൽകി 6 മാസത്തിലേറെയായിട്ടും നടപടികൾ പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് പരാതിക്കാരൻ KSEB ഓഫീസിനെ സമീപിച്ചിരുന്നു. കണക്ഷൻ അനുവദിക്കുന്നതിനായി 5000 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതായി പരാതിയിൽ പറയുന്നു. തുടർന്ന് പരാതിക്കാരൻ കൊല്ലം വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ സമീപിക്കുകയായിരുന്നു. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരൻ പണം കൈമാറുന്നതിനിടെ നടത്തിയ നീക്കത്തിലാണ് നസീർ പിടിയിലായത്. കൈക്കൂലി തുകയായ 5000 രൂപ ഇയാളിൽ നിന്ന് വിജിലൻസ് സംഘം കണ്ടെടുത്തതായി അധികൃതർ അറിയിച്ചു. പൂർണ്ണമായും വെള്ളത്തിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് മലപ്പുറം ജില്ലയിലെ വെളിങ്ങോട് അർദ്ധനാരീശ്വര ക്ഷേത്രം. മിഥുനമാസത്തിലെ മകന്നാളിൽ നടക്കുന്ന 1008 കുടം ജലാഭിഷേകമാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ്. ജലാഭിഷേകത്തിനായി ആയിരങ്ങളാണ് ഇന്ന് ക്ഷേത്രത്തിലെത്തിയത്. പ്രകൃതിയും ഭക്തിയും ഒത്തുചേരുന്ന പുണ്യഭൂമിയാണ് മലപ്പുറം പെരിന്തൽമണ്ണയ്ക്കടുത്ത വെളിങ്ങോട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രം. മലബാറിലെ പ്രമുഖ ആരാധനാ കേന്ദ്രങ്ങളിലൊന്നായ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത പ്രതിഷ്ഠ പൂർണ്ണമായും ജലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. ശിവശങ്കരായ ശുദ്ധായ നീലകണ്ഠായ
എല്ലാ വർഷവും മിഥുനമാസത്തിലെ മകന്നാളിലാണ് ക്ഷേത്രത്തിലെ സവിശേഷമായ 1008 കുടം ജലാഭിഷേകം നടക്കുന്നത്. 3 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ഭക്തർ ഈ പുണ്യകർമ്മത്തിൽ പങ്കാളികളാകുന്നത്. ക്ഷേത്രക്കുളത്തിൽ മുങ്ങി നിവർന്ന് പുണ്യജലം നേരിട്ട് കുടങ്ങളിലാക്കി ഭഗവാനെ അഭിഷേകം ചെയ്യുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ ദൂരദേശങ്ങളിൽ നിന്ന് പോലും നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. മിഥുനമാസത്തിലെ മകന്നാളിൽ നടക്കുന്ന 1008 കുടം ജലാഭിഷേകമാണ്. ഈ സംസ്ഥാനത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും ഇന്ന് ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ന് ഈ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിഷേക ജലവുമായി എടുത്ത് പ്രദക്ഷിണം ചെയ്തിട്ട് ദേവന് നേരിട്ട് തന്നെ ജലാഭിഷേകം നടത്താൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പാണ്ഡവ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അരക്കുപറമ്പ് ദേശത്തിൽ സ്വയംഭൂവായ അർദ്ധനാരീശ്വര വിഗ്രഹമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ നാശോന്മുഖമായെങ്കിലും ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിൽ നവീകരിക്കുകയായിരുന്നു. മഹാശിവരാത്രി നാളിൽ മാത്രമാണ് ഇവിടെ ജലം വറ്റിച്ച് വിഗ്രഹം പൂർണ്ണമായും കാണാൻ സാധിക്കുക. അമൃത ന്യൂസ്, മലപ്പുറം. ഡ്രം വായനയിലൂടെ വിസ്മയം തീർക്കുന്ന ഒരു കുഞ്ഞുമിടുക്കനുണ്ട് തൃശൂർ പഴുവിൽ ഗോകുലം സ്കൂളിൽ. സംഗീതത്തെ നെഞ്ചേറ്റിയ 10 വയസ്സ് മാത്രം പ്രായമുള്ള വിഷ്ണു പ്രയാഗ് കൈവയ്ക്കാത്ത സംഗീത ഉപകരണങ്ങൾ ചുരുക്കമാണ്. നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മികച്ചൊരു ഗായകൻ കൂടിയായ വിഷ്ണു പ്രയാഗിന്റെ വിശേഷങ്ങൾ കാണാം. പ്രശസ്ത ഡ്രമ്മർ ശിവമണിയെ പോലെ ആയിത്തീരണമെന്നാണ് വിഷ്ണു പ്രയാഗിന്റെ ആഗ്രഹം. പഴുവിൽ ഗോകുലം സ്കൂളിൽ 5ാം ക്ലാസ്സിലെ പഠനത്തോടൊപ്പം വൈകിട്ട് ഒഴിവു സമയത്താണ് സംഗീതോപകരണങ്ങളുടെ പരിശീലനം. 1ാം വയസ്സ് മുതൽ മനസ്സിൽ നാമ്പിട്ട സംഗീതമോഹം പല വഴികളിലൂടെ സഞ്ചരിച്ചു. ഡ്രംസാണ് ഏറ്റവും ഇഷ്ടം. 5ാം വയസ്സിൽ മനോജ് ചെറുശ്ശേരിയിൽ നിന്ന് ആദ്യ പാഠങ്ങൾ പഠിച്ചു. തുടർന്ന് ചിട്ടയായ പരിശീലനത്തിൽ പ്രൊഫഷണൽ കലാകാരന്മാരെ വെല്ലുന്ന മികവിൽ വിഷ്ണു പ്രയാഗ് ഇപ്പോൾ ഡ്രംസിൽ വിസ്മയം തീർക്കുകയാണ്. കുഞ്ഞു മനസ്സിലെ താളബോധം ഡ്രംസിൽ മാത്രം ഒതുങ്ങിയില്ല. വയലിൻ, പിയാനോ, ഹാർമോണിയം, ഗിറ്റാർ എന്നിവയിലുമുള്ള വിഷ്ണു പ്രയാഗിന്റെ കഴിവ് എടുത്തു പറയേണ്ടതാണ്. ഒരു ഗായകൻ കൂടിയായ വിഷ്ണു പ്രയാഗ് ഏതാനും സംഗീത ആൽബങ്ങളിൽ പാടിയിട്ടുമുണ്ട്. കൂടാതെ കരാട്ടയിലും പരിശീലനം നേടുന്നുണ്ട്. ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തുടങ്ങി ചെറുതും വലുതുമായ നിരവധി അവാർഡുകളും വിഷ്ണുവിനെ തേടി എത്തിക്കഴിഞ്ഞു. ഞാൻ ഇവിടെ ഡ്രംസ് പഠിക്കുന്നുണ്ട്. ഒരു 6-7 വയസ്സ് തൊട്ട് പഠിക്കുന്നതാണ്. അതിന് ആവശ്യമായ സപ്പോർട്ടൊക്കെ ടീച്ചേഴ്സും എല്ലാ സ്റ്റുഡൻസും ഒക്കെ എനിക്ക് തരുന്നുണ്ട്. പിന്നെ വയലിൻ, പാട്ട്, കരാട്ടെ അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഞാൻ അങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിട്ട് തരുന്നുണ്ട്. സ്കൂളിലെ അധ്യാപകരുടെയും കുട്ടികളുടെയും അകമഴിഞ്ഞ പിന്തുണയാണ് ഈ കുഞ്ഞു കലാകാരന്റെ വിജയത്തിനു പിന്നിൽ. സ്കൂളിലെ വിശേഷ പരിപാടികൾക്കെല്ലാം വിഷ്ണു പ്രയാഗ് തന്റെ ഡ്രംസിലൂടെ താളവിസ്മയം തീർക്കും. വിഷ്ണു പ്രയാഗ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. സംഗീതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൈവെക്കാൻ സ്കൂളിലെ പഠന നിലവാരത്തോടൊപ്പം തന്നെ വീടുകളിൽ ചെന്നിരുന്ന് വയലിൻ, ഡ്രംസ്, ഗിറ്റാർ, കീബോർഡ് തുടങ്ങിയ എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും ഒരേ സമയം പഠിച്ച് ചെറിയ പ്രായത്തിൽ തന്നെ നല്ലൊരു മ്യൂസിഷ്യനായി മാറാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. പെരിങ്ങോട്ടുകര സ്വദേശികളായ അരുൺ അശോകൻ, വിഷ്ണുപ്രിയ ദമ്പതികളുടെ മകനാണ് വിഷ്ണു പ്രയാഗ്. അമൃത ന്യൂസ്, തൃശൂർ. നിലവിലെ വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് കോഴിക്കോട്ടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. ഇന്ധനവിലയും വാഹന പരിപാലന ചെലവും കൂടിയെങ്കിലും യാത്രാനിരക്ക് ഉയർത്താൻ അധികൃതർ തയ്യാറാകാത്തതാണ് തിരിച്ചടിയാകുന്നത്. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ വന്നതോടെ ടാക്സി ഡ്രൈവർമാർ അനിശ്ചിതകാല സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആവശ്യമായ യാത്രാനിരക്ക് പോലും ലഭിക്കാതെ കാലങ്ങളായി ദുരിതമനുഭവിക്കുകയാണ് കോഴിക്കോട്ടെ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ. ഇതോടെ കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നീ റൂട്ടുകളിലെ നിരക്കുകൾ ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കുക, മടക്കയാത്രകൾക്ക് കിലോമീറ്ററിന് 30 രൂപ ഈടാക്കുക, ലോക്കൽ യാത്രകൾക്കുള്ള മിനിമം ചാർജ് 180 രൂപയാക്കുക, സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ 48 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കാൻ കോഴിക്കോട് ലോക്കൽ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ശക്തമാക്കുകയാണ് ഡ്രൈവർമാർ.
പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ വന്നതോടെയാണ് ഇവർ സമരത്തിലേക്ക് കടന്നത്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്, ഞങ്ങളും സ്വതന്ത്രമായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരു ഏജൻസിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളും തമ്മിൽ മറ്റ് ബന്ധങ്ങളൊന്നുമില്ല. ഒരു ആപ്പിൻ്റെ ഇതിൽ നിങ്ങൾ ഓടുന്നു, ഞങ്ങൾ ആ ആപ്പ് പ്രദാനം ചെയ്യുന്നു, അതിന് ഒരു പ്ലാറ്റ്ഫോം ഫീ ഞങ്ങൾ വാങ്ങുന്നു. അല്ലാതെ ഞങ്ങൾ യാതൊരു തരത്തിലുള്ള ട്രാൻസ്പോർട്ട് സർവീസുകളും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു എഗ്രിമെൻറ്റ് കൊണ്ടുവന്ന് റൈഡറും ഡ്രൈവറും തമ്മിൽ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുക, അതിൻ്റെ ഇടയിൽ കൂടെ അവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊബർ ആപ്പിൽ വരുത്തിയ മാറ്റം മൂലം കസ്റ്റമർ ബുക്കിംഗ് ക്യാൻസൽ ചെയ്താൽ പോലും കൃത്യമായി അറിയാൻ കഴിയുന്നില്ലെന്നും ഡ്രൈവർമാർ പറയുന്നു. നമ്മളെ ജീവൻ അപകടത്തിലാവുന്ന രീതിയിൽ ചില ആപ്പിൻ്റെ ചില സെറ്റിംഗ് ഉണ്ട്. ഒന്നാമത്തത് എയർപോർട്ടിൽ ഇപ്പം പിക്കപ്പ് പോയിന്റ് തന്നിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് നമ്മൾ ഓടി എത്തേണ്ട സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ബുക്കിംഗ് ക്യാൻസലായി പോവുക. കാരണം കോഴിക്കോട് എയർപോർട്ടിൻ്റെ ഉള്ളിൽ മാത്രം ഓൺലൈൻ ടാക്സിക്ക് പോയി പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. വയനാട് ജില്ലാ അതിർത്തി കടക്കുന്ന എല്ലാ യാത്രകൾക്കും പ്രത്യേക മലയോര അലവൻസോ അല്ലെങ്കിൽ ഉയർന്ന കിലോമീറ്റർ നിരക്കോ വേണമെന്ന ആവശ്യവും ഇവർ ഉന്നയിക്കുന്നുണ്ട്. പരാതിയിൽ നടപടിയെടുക്കുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന തീരുമാനത്തിലാണ് ഡ്രൈവർമാർ. അമൃത ന്യൂസ്, കോഴിക്കോട്. തത്വമസി ദി മിറർ ഓഫ് കേരള എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ചെയ്തു. ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ സിഇഒയുമായ സോഹൻ റോയ് റിലീസിംഗ് കർമ്മം നിർവഹിച്ചു. പൂജ സിനി ക്രിയേഷൻസിന്റെ ബാനറിൽ പ്രണവം ഉണ്ണികൃഷ്ണൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മധുജി കമലമാണ്. പ്രണവം ഉണ്ണികൃഷ്ണന്റെ കഥയിൽ ശ്രീധർ കുറുപ്പന്തോടി, മഹേങ്കർ എന്നിവർ തിരക്കഥയും കേരളപുരം ശ്രീകുമാർ സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു. തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിൽ ചിത്രം ജൂലൈ മാസത്തോടെ തിയേറ്ററുകളിൽ എത്തും. ദേശീയ വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി കോഴിക്കോട് അമൃത വിദ്യാലയത്തിൽ വായനാ ദിനാഘോഷം സംഘടിപ്പിച്ചു. ബാലസാഹിത്യകാരി രേഖാവർമ്മ മുഖ്യാതിഥിയായി. രേഖാവർമ്മയുമായുള്ള വിദ്യാർത്ഥികളുടെ ആശയ സംവേദനവും ആകർഷകമായി. ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ വായനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ കെ ധന്യ പറഞ്ഞു. നോവലുകളിലെയും കഥാപുസ്തകങ്ങളിലെയും പ്രശസ്ത കഥാപാത്രങ്ങളുടെ വേഷം ധരിച്ച വിദ്യാർത്ഥികളുടെ പരേഡും നടന്നു. ധന്യ വി, അശ്വതി വിശ്വനാഥൻ എന്നീ അധ്യാപകർ അമൃത വിദ്യാലയത്തിലെ വായനാ ദിനാഘോഷത്തിന് നേതൃത്വം നൽകി. മലയാള ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരുടെ കൂട്ടായ്മയായ മാക്ട മലയാള സിനിമകൾക്കായി അവാർഡ് സംഘടിപ്പിക്കുന്നു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വ്യാപാര രംഗത്ത് ശ്രദ്ധേയരായ ഓക്സിജൻ ഗ്രൂപ്പാണ് ഈ വർഷത്തെ അവാർഡിന്റെ പ്രധാന സ്പോൺസർ. മികച്ച സിനിമാ നിർമ്മാതാവ്, സംവിധായകൻ, അഭിനേതാക്കൾ, ഗായകർ, പ്രധാന സാങ്കേതിക പ്രവർത്തകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലായി പുരസ്കാരങ്ങൾ നൽകും. ക്യാഷ് അവാർഡും ശില്പവും പ്രശസ്തി ഫലകവും ഉൾപ്പെട്ടതായിരിക്കും അവാർഡ്. 2025 സെൻസർ ചെയ്ത സിനിമകളായിരിക്കും അവാർഡിന് പരിഗണിക്കുക. തിയേറ്ററിൽ റിലീസാകാത്ത ചിത്രങ്ങളും പരിഗണിക്കും. അവാർഡിന് അപേക്ഷിക്കാനുള്ള ഫോമും മറ്റ് വിവരങ്ങളും മാക്ട ഓഫീസിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. മികച്ച സിനിമകളെ ആദരിക്കുന്നതിലൂടെ കൂടുതൽ നല്ല സിനിമകൾ ഉണ്ടാകുന്നതിനും ഗുണപരമായ ചലച്ചിത്രാസ്വാദന സംസ്കാരത്തിന്റെ പിന്തുടർച്ചയ്ക്കും മാക്ട ഓക്സിജൻ ഫിലിം അവാർഡ് നിമിത്തമാവുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഓക്സിജൻ ഗ്രൂപ്പ് സിഇഒ ഷിജോ കെ തോമസ്, മാക്ട ചെയർമാൻ ജോഷി മാത്യു, ജനറൽ സെക്രട്ടറി ശ്രീകുമാർ അരൂക്കുറ്റി, ട്രഷറർ സജിൻ ലാൽ, ഗാനരചയിതാവ് ഷിബു ചക്രവർത്തി, സംവിധായകരായ സുന്ദർദാസ്, പത്മകുമാർ, വാർത്താ പ്രചാരകൻ AS ദിനേശ് തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രൂപ്പ് സിയിൽ ആദ്യ മത്സരത്തിൽ സമനില വഴങ്ങിയ നിരാശ മറികടന്ന് ഹെയ്ത്തിക്കെതിരെ ബ്രസീലിന് തകർപ്പൻ ജയം. ഇന്ന് നടന്ന മറ്റു മത്സരങ്ങളിൽ മൊറോക്കോയ്ക്കും USA-ക്കും പരാഗ്വയ്ക്കും വിജയം. ആദ്യ മത്സരത്തിലെ സമനിലയിൽ നിന്ന് ബ്രസീൽ പാഠം പഠിച്ച പോലെയായിരുന്നു പ്രകടനം. ആദ്യ പകുതിയിൽ മഞ്ഞപ്പടയുടെ ആധിപത്യമായിരുന്നു. എന്നാൽ ഹെയ്തി രണ്ടാം പകുതിയിൽ ആവേശത്തോടെ കളിച്ചെങ്കിലും ഗോളടിക്കാനായില്ല. ഏകപക്ഷീയമായ 3 ഗോളുകൾക്കാണ് മഞ്ഞപ്പട ഹെയ്തിയെ തോൽപ്പിച്ചത്. ആദ്യ പകുതിയിൽ തന്നെ 3 ഗോളും ബ്രസീൽ നേടി. ഇരട്ട ഗോൾ നേടിയ മാത്തയോസ് കുഞ്ഞിയാണ് ബ്രസീലിന്റെ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. വിനീഷ്യസ് ജൂനിയറാണ് 3ാം ഗോൾ നേടിയത്. ഈ ജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 1 സമനിലയുമായി 4 പോയിന്റോടെ ഗോളടിസ്ഥാനത്തിൽ ബ്രസീൽ ഗ്രൂപ്പ് സിയിൽ ഒന്നാമതെത്തി. ആദ്യ 2 മത്സരങ്ങളും തോറ്റ ഹെയ്തി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ഗ്രൂപ്പ് സി മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ മൊറോക്കോ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കി. കളിയുടെ 70ാം മിനിറ്റിൽ ഇസ്മയിൽ സൈബറി നേടിയ ഗോളാണ് ടൂർണമെന്റിലെ ആദ്യ വിജയം നേടാൻ മൊറോക്കോയെ സഹായിച്ചത്. ഗ്രൂപ്പ് ഡിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഓസ്ട്രേലിയയെ USA പരാജയപ്പെടുത്തി.
10-ാം മിനിറ്റിൽ ഓസ്ട്രേലിയയുടെ സെൽഫ് ഗോളും 43-ാം മിനിറ്റിൽ അലക്സ് ഫ്രീമാൻ നേടിയ ഗോളുമാണ് USA-ക്ക് വിജയം നേടിക്കൊടുത്തത്. മറ്റൊരു മത്സരത്തിൽ ടർക്കിയെ പരാഗ്വേ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി. സ്പോർട്സ് ഡെസ്ക് അമൃത ന്യൂസ്. ആധുനികതയും പാരമ്പര്യവും ഒരുമിച്ച് ചേർന്നപ്പോൾ ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഒരു തോൽപ്പാവക്കൂത്ത്. നമ്മുടെ ഇഷ്ട ഫുട്ബോൾ താരങ്ങൾ കേരളീയ നിഴൽ നാടകത്തിന്റെ തിരശീലയിൽ എത്തിയിരിക്കുന്നു. തോൽപ്പാവക്കൂത്ത് കലാകാരനായ രാജീവ് പുലവരും സഹപ്രവർത്തകരുമാണ് ഈ ആശയത്തിന് പിന്നിൽ. തിരശീലയ്ക്ക് പിന്നിൽ രാമനും ലക്ഷ്മണനും സീതയും ഒക്കെ എത്തി രാമായണ കഥകൾ പറഞ്ഞിരുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് കാൽപന്ത് കളിയുടെ കഥ പറയാനാണ്. ലോകം മുഴുവൻ ഫുട്ബോൾ ആവേശത്തിൽ മുഴുകുമ്പോൾ പ്രശസ്ത തോൽപ്പാവക്കൂത്ത് കലാകാരനായ രാജീവ് പുലവരും ആ ആവേശത്തിന്റെ ഭാഗമാണ്. തിരശീലയ്ക്ക് പിന്നിൽ ഫുട്ബോൾ ഇതിഹാസങ്ങളായ മെസ്സിയെയും റൊണാൾഡോയെയും നെയ്മറെയും എത്തിച്ചിരിക്കുകയാണ് അദ്ദേഹം. പുരാണ ഇതിഹാസങ്ങളിലെ നായകന്മാർക്കും ദേവീദേവന്മാർക്കും മാത്രം മാറ്റിവെച്ചിരുന്ന കൂത്തുപന്തലിലാണ് ഇപ്പോൾ മെസ്സിയും കൂട്ടരും നിഴലുകളായി കളം നിറയുന്നത്. ലോകം മൊത്തം കാൽപന്തിൻ്റെ ചൂട്ടിലേക്ക് ഓടിക്കുന്ന സമയത്ത് എന്തുകൊണ്ടൊരു അനുഷ്ഠാന കലാരൂപത്തെ പുത്തൻ ആവേശത്തോടു കൂടി പാവകളിയെ ജനകീയമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം ആശയം ഞങ്ങൾ പങ്കുവെച്ചത്. ഞങ്ങളിതിന് മുന്നേ ചെയ്ത ചെറിയൊരു വീഡിയോയിൽ നിന്നാണ് ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്ന കുറച്ച് പയ്യന്മാർ ചേർന്ന് നമ്മുടെ ടീമിലുള്ള 2-3 ആശയമായിരുന്നു. ആദിത്യനൊക്കെ ഒരുമിച്ച് അവരുടെ നാട്ടിലെ പയ്യന്മാർ പറയുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇതിനൊരു ഫുട്ബോൾ കളിയുടെ ഒരു ആവേശം ചെയ്തുകൂടാ എന്നൊരു ആശയം പങ്കുവെച്ചു. ആ ഒരു ആശയമാണ് ഇന്ന് ഈ കാണുന്ന രീതിയിൽ വലിയ രീതിയിൽ പിന്തുണയായിട്ട് എല്ലാവരും ഏറ്റെടുത്തത്. ഈ പരീക്ഷണത്തിന്റെ ഫലമായി പുറത്തുവന്ന 46 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ഫീച്ചർ വീഡിയോ ദൃശ്യം ഇതിനകം തന്നെ ലോകശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞു. AI-യുടെ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. നമ്മുടെ രാജീവ് സാർ നമ്മുടെ ഒരു പ്രഷ്യസ് ക്ലയൻ്റാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു ആശയം പങ്കുവെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ ഒരു കൗതുകമായിരുന്നു. കാരണം പുതിയൊരു സംഭവമാണ്. കാരണം നമ്മൾ രാമായണ കഥ മാത്രമാണ് നമ്മൾ തോൽപ്പാവക്കൂത്തിലൂടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഫുട്ബോൾ ആവേശത്തിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ജനകീയമാവുമെന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആശയം തന്നെയാണ് ഞങ്ങൾക്കും തോന്നിയത്. 1 മിനിറ്റിന് താഴെ മാത്രം ദൈർഘ്യമുള്ള വീഡിയോയ്ക്ക് പിന്നിൽ ഒരുപാട് ദിവസത്തെ അധ്വാനമാണുള്ളത്. ഫസ്റ്റത്തേൽ നമുക്ക് കുറച്ചും കൂടി വിഷ്വൽ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് രണ്ടാമത്തെ ദിവസം നമ്മളൊന്നുകൂടി വേറെ ചെയ്തപ്പോഴാണ് അത് ഇത്രയും സക്സസ് ആയത്. രാമായണ കഥകൾ പറഞ്ഞിരുന്ന തോൽപ്പാവക്കൂത്ത് ഇന്ന് ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ കഥ പറയുമ്പോൾ അത് ഒരു കലാപരീക്ഷണം മാത്രമല്ല, പാരമ്പര്യത്തിനും ആധുനികതയ്ക്കും ഇടയിലെ മനോഹരമായ ഒരു പാലം കൂടിയാണ്. ലോകകപ്പ് ആവേശത്തിനൊപ്പം കേരളത്തിന്റെ സ്വന്തം നിഴൽ നാടകം കൂടി ലോകശ്രദ്ധ നേടുകയാണ്. അമൃത ന്യൂസ്, പാലക്കാട്.